ഇന്ന് പുറത്തു വന്ന രണ്ട് ക്രിക്കറ്റ് ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ഋഷഭ് പന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഋഷഭ് പന്തിന് ഇന്ത്യ 3 ഫോർമാറ്റിലും കളിപ്പിക്കാറുണ്ട്. ടെസ്റ്റ്, T20, ഏകദിനം. ബാക്കി ആർക്കും തന്നെ അവസരം കൊടുക്കില്ല. സഞ്ജുവിനെ ടീമിലെടുത്താലും സൈഡ് ബെഞ്ചിലാണ് ഇരുത്താറ്. എന്നാൽ ഇപ്പോൾ ആ തീരുമാനത്തിന് മാറ്റം വന്നിരിക്കുകയാണ്. കോച്ച് ഗംഭീറാണ് ഇതിന് മാറ്റം കൊണ്ടുവന്നത്. ഋഷഭ് പന്തിനെ ഇനി T20യിൽ കളിപ്പിക്കില്ലെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ടെസ്റ്റ്, ഏകദിനം ഇതിൽ മാത്രമായിരിക്കും ഋഷഭ് പന്ത് കളിക്കുന്നത്. T20യിൽ ഋഷഭ് പന്തിനെ വിലക്കിയിരിക്കുകയാണ്. കോച്ച് ഗംഭീറിന്റെ പുതിയ പദ്ധതിയാണിത്. 3 ഫോർമാറ്റിലും എല്ലാ താരങ്ങളും കളിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കളിക്കുമ്പോഴാണ് ഇന്ത്യൻ താരങ്ങൾക്ക് പരിക്ക് പറ്റുന്നത്. ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ തുടങ്ങിയ ടീമുകൾ ഓരോ ഫോർമാറ്റിലും വ്യത്യസ്ത കളിക്കാരാണ്. ആ ഒരു നിയമം ഇന്ത്യൻ ടീമിലേക്കും കൊണ്ടുവന്നിരിക്കുകയാണ്. ഇങ്ങനെ വരുമ്പോൾ പണി കിട്ടിയത് ഋഷഭ് പന്തിനാണ്. പന്തിന് ഇനി T20 ടീമിൽ എടുക്കാൻ സാധ്യതയില്ല. അടുത്തൊരു അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. സഞ്ജു അവസാനമായി കളിച്ചത് സൗത്ത് ആഫ്രിക്കൻ സീരീസിലാണ്. 2 സെഞ്ചുറി സഞ്ജു നേടുകയും ചെയ്തു. ഇപ്പോഴത്തെ സഞ്ജു വീണ്ടും ഇന്ത്യൻ ടീമിലേക്ക് എത്തിയിരിക്കുകയാണ്. വരാൻ പോകുന്ന ഇംഗ്ലണ്ട് T20യിൽ സഞ്ജു കളിക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇംഗ്ലണ്ടുമായിട്ട് ഇന്ത്യ 5 T20 കളിക്കുന്നുണ്ട്. ജനുവരിയിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ആ T20 സീരീസിലായിരിക്കും സഞ്ജു ഇനി കളിക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ ഓപ്പണർ റോളിലേക്കാണ് സഞ്ജുവിനെ പരിഗണിക്കുന്നത്. സഞ്ജു ഉണ്ടാകുമെന്ന് ഇപ്പോൾ ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. കോച്ച് ഗൗതം ഗംഭീറാണ് ഇതിന്റെ സൂചന നൽകിയിരിക്കുന്നത്. അടുത്ത സീരീസിൽ സഞ്ജു കളിക്കുമെന്നാണ് ഗംഭീർ പറയുന്നത്. സഞ്ജുവിന് ഇനി നല്ല കാലമാണ് വരാനിരിക്കുന്നത്. ഇംഗ്ലണ്ടുമായിട്ടുള്ള 5 T20യിൽ സഞ്ജു ഉറപ്പായിട്ടും സെഞ്ചുറി അടിക്കും. ഒരുപക്ഷെ സഞ്ജുവിന്റെ ഹാട്രിക് സെഞ്ചുറി വരെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ സഞ്ജു വീണ്ടും ഇന്ത്യൻ ടീമിൽ എത്തിയിരിക്കുകയാണ്. ഇനി സഞ്ജുവിന് അവസരത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കില്ല. ഒരുപാട് അവസരങ്ങളാണ് സഞ്ജുവിന് മുന്നിൽ തുറന്നു കാട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സഞ്ജുവിന്റെ അടുത്ത വെടിക്കെട്ട് ഇംഗ്ലണ്ട് ടീമിനെതിരെ കാണാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.